എല്ലാവർക്കും സ്വാഗതം. വണ്ടി ഈ കാണുന്ന ഐശ്വര്യാന്റെ അടുത്ത് പോവാണ്. പുള്ളി ഒരു നല്ല വർക്ക്ഷോപ്പ് കാണിച്ചു തരാന്ന് പറഞ്ഞു. അത് കപ്പലിലുണ്ടെന്ന് തന്നെ. കപ്പൽ അങ്ങനെയാണ് സ്ഥലം. കപ്പലാണ് കപ്പലിനാണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും പുള്ളിയുടെ പുറകെ പോവാടാ. ഗൈസ്, ലിബിന്റെ സീറ്റേ കയറിയിട്ട് ലിബിനെ തിക്കി താഴെ ഇടുക കേട്ടോ. അവന്റെ സ്ഥലമല്ലേ, എന്തിനാ കയറിയിരുന്നാണ് ചോദിക്കുന്നത്. ആൾക്കാരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കണ്ടേ. പുതിയ കളിപ്പാട്ടം ചോദിച്ചപ്പോൾ മേടിച്ചു കൊടുക്കാത്തതിന്റെ പഴയ കളിപ്പാട്ടം എടുത്ത് ക്ലാസിന്റെ അകത്തോടെ എടുത്ത് ഒറ്റ ഞാൻ ഐസ് മുൻകൂട്ടി കണ്ടു. ഞാൻ പൂട്ടിയിട്ടത് അതെ തേയിലെന്നുള്ളൂ കേട്ടോ. അല്ലടാ ലിബിയെ? നമ്മുടെ നാട്ടിൽ ഇവിടെ തേയില ഉള്ളുന്ന ഏകദേശം സെയിം തന്നെ കേട്ടോ അല്ലേ. ഇവിടെ ഉണ്ടല്ലോ ഐശ്വർ എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ്. ഇവിടെ SML ആണ് ഏറ്റവും കൂടുതൽ. ഐശ്വർ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും പേടിയാണ്. കാര്യം എന്നാ കയറ്റം കയറി കഴിഞ്ഞാൽ ചൂടാവും. അതായത് ഹിൽസ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ SML ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ SMLന്റെ ഒരു വർക്ക്ഷോപ്പിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടി ശരിയാക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ ഗ്യാസ് ബിൽഡ് സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആ AC കംപ്രസറിന്റെ സാധനങ്ങളൊന്ന് ബിൽഡ് ചെയ്യണം. അത് സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. അതുപോലെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. ബ്രേക്കിന്റെ കാര്യം കൂടി ഒന്ന് ലെവലാക്കി വേണം പോകാൻ വേണ്ടി. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അത് ശരി. ഇതിൽ കുറച്ച് പൊട്ടലും ചില്ലൊക്കെ ഉണ്ട്. ഇതുണ്ടോ, കഴിഞ്ഞ ദിവസം ബെൽഡ് ശരിയാക്കിയതാ, വീണ്ടും പൊട്ടി. അപ്പോൾ ടയറൊക്കെ ഊരി ഇതിൻ്റെ സംവിധാനങ്ങൾ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടയറൊക്കെ ഇവിടെ ഊരി തുടങ്ങി കേട്ടോ. ഗൈസ്, ഇവിടെ ഇവരെല്ലാവരും കൂടെ കൂടി ഈ സംഭവം നോക്കുവാണ്. ജാക്കിയും സാധനങ്ങളൊക്കെ വെച്ചു. ഇത് കണ്ടു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കുറയും കേട്ടോ ബെൽറ്റിൻ്റെ. അതാണ് മെയിൻ പ്രശ്നം. വേറെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. ലൈഫ് കുറയും. ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ വഴിയിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കണം. ഇദ്ദേഹം നമ്മുടെ വണ്ടി ശരിയാക്കി തന്നു. നമ്മുടെ വണ്ടിയുടെ ക്ലാമ്പ് റെഡിയാക്കി, അതുപോലെ തന്നെ ബെൽഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബെൽറ്റൊക്കെ ചെയ്ത് നല്ലൊരു മനുഷ്യനാണ്. आपका नाम क्या है? मेरा नाम मानिक वर्मन. मानिक वर्मन. ആ ഗൈസ്, നോക്കൂ, ഒരു കിടിലൻ മനുഷ്യൻ. ഞാൻ പുള്ളിയോട് പറഞ്ഞാൽ കുറച്ച് ഹിന്ദിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ പറയണമെന്നാണ്. അതായത് ജഗ सिलीगुड़ी में दार्जिलिंग जाने के लिए रास्ता के साइड है. अच्छा आदमी है. पूरा मैकेनिकल इंजन काम है, सब कुछ मालूम है. दूसरा आदमी का इन्हीं काम है, हेवी व्हीकल का, SML का है ना, SML हाँ, SML का. और दूसरा गाड़ी का इन्हीं काम है. इधर आओ. अच्छा है. आर्मी का बहुत अच्छा है. वो आर्मी है, बहुत अच्छा है. वो पैसा का चीज नहीं है, कुछ भी नहीं है. कुछ नहीं है. इधर आएगा ना, दूसरा शो में जाएगा ना, फुल चीटिंग करेगा. स्पेशली दार्जिलिंग में दूसरा दुकान में जाएगा. उधर आउटसाइड आदमी है ना, ज़्यादा पैसा मांगा है. इधर ये आदमी अच्छा है, पैसा कम है और अच्छा से काम करेगा. तो थैंक यू, धन्यवाद. ഗൈസ്, നോക്കൂ. അപ്പോൾ ഞാൻ പുള്ളി എന്നോട് ആ ഭാഷ സംസാരിക്കണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഭാഷ സംസാരിച്ചത്. ഫൈനലി ഇവിടുത്തെ പണിക്കാരെല്ലാം നിന്ന് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സത്യസന്ധമായ കാര്യമാണ്. ഇന്നലെ ഞങ്ങളെ AC ഊമ്പിച്ച് വിട്ടെന്ന് പറയാം. അങ്ങനെ പറയില്ല, വേറെ ഭാഷ പറയാം. അതായത് AC പണിയാൻ നേരത്ത് അവർ സാധാരണ 7500 രൂപയിലും 12,000 രൂപ ഞങ്ങൾ മേടിച്ചു. അപ്പോൾ അത് പിന്നെ പറഞ്ഞ് ശരിയാക്കി. അപ്പം ഡാർജിലിംഗ് വരാൻ നേരത്ത് എപ്പോഴും നമ്മൾ പണിയാൻ നേരത്ത് 1000 പ്രാവശ്യം എല്ലാവരും ചോദിച്ചിട്ടൊക്കെ പണിയാവുള്ളൂ. എന്തായാലും ഫൈനലി നമ്മുടെ പരിപാടി നമുക്ക് വണ്ടി എടുക്കാം. എല്ലാ പരിപാടിയും, അതായത് ഇൻവേർട്ടറുള്ള എല്ലാ പരിപാടിയും കലാശായി. കാരണം നമ്മുടെ വണ്ടിക്ക് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനം കയറ്റിയ ഞങ്ങളടുത്ത് മൈക്രോടെക് ലുമിനസും ഉണ്ടായിരുന്നു. ഞങ്ങളത് വേണ്ട എന്ന് വെച്ചു. കാരണം അതിൻ്റെ ആവശ്യം വരുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ചാലല്ല, വണ്ടിയിൽ അത്യാവശ്യം ലോഡ് വന്നു. അവസാനം അതായത് പഴയത് എന്ന് കൊണ്ടാലും ഇൻവേർട്ടർ പണി കിട്ടും. പുതിയ തന്നെ ഇൻവേർട്ടറിന് ഓരോ പോക്കിന് വേണം കേട്ടോ. നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു, എടുക്കാൻ മറന്നു. ഏറ്റവും വലുതുണ്ടായിരുന്നു, എൻ്റെ ചെറുത് എടുക്കാൻ മറന്നു. ഇതല്ല, ഇത് മതിയായിരിക്കും എന്ന് വിചാരിച്ചു. ഇത് കംപ്ലൈൻറ്റ് ആയിപ്പോയി കേട്ടോ. എത്ര രൂപയാവുമോ എന്തോ. അത് ഇയാൾ വെറുതെ കഥ പറച്ചിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വേറെ വല്ലതും ഉണ്ടോ പോകുന്ന വഴിക്ക് പോവാന്നത്. ഗൈസ്, ഫൈനലി ഒരു സ്ഥലം കണ്ടെത്തി. 2000 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ്. ഈ സാധനം പോയി കഴിഞ്ഞാൽ പെടുന്നേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ വണ്ടിയുടെ ഒരു ഇലക്ട്രിസിറ്റിയും വർക്കില്ല. ഇതിൻ്റെ തന്നെ ഏരിയ ആണല്ലോ. ലിവിനാ, എത്രയാടാ? 2000 രൂപയ്ക്ക് ഇത് തരാമെന്ന് പറഞ്ഞു. ഏതാ ചാത്തനാ? ഇത് മൈക്രോടെക്. അയ്യോ, चलो കുറയുമോ? और रिपेयर करने के लिए कितना पैसा है? रिपेयर नहीं होगा, सिलीगुड़ी जाना है. ये सिलीगुड़ी है ना? ये सिलीगुड़ी है ना? यहाँ से 4 किलोमीटर 5 किलोमीटर. अच्छा, नया वाला कितना है? കുറച്ച് നോക്കാം. ഓ, ദൂസറ കമ്പനി ഇവിടെ 2000 രൂപ കൊടുത്ത് ഈ സാധനം ഞങ്ങൾ മേടിച്ചു. എൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ടായിരുന്നു. ലിബിൻ ലഡാക്കിൽ നിന്ന് മേടിച്ച ഈ നമ്മുടെ ബസ്സിന് വേണ്ടി മേടിച്ച തന്നെ സാധനം. അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ സാധനം തൽക്കാലം ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ഇത് നല്ല കമ്പനിയൊന്നും അല്ലായിരുന്നു. അതിന് ശരിയാ മതി. നമ്മുടെ കഷ്ടകാലത്തിന് മണ്ടത്തരം വരും. വീട്ടിൽ 2 എണ്ണം ഇരിക്കുക. 2 എണ്ണം. ഇത് ഏതോ പാവപ്പെട്ടവൻ്റെയാ. 2500 പറഞ്ഞ് 2000 കിട്ടി കേട്ടോ. മേടിച്ച് വണ്ടി വെച്ചില്ല. വണ്ടിയിൽ ഇലക്ട്രിസിറ്റിയോ കറണ്ടോ ഒന്നും ഉണ്ടാവില്ല. അപ്പം എങ്ങനെ സീരിയലാണോ ഇപ്പോൾ ഇതില്ലാതെ?
ഗൈസ് തേടിയ വള്ളി കാലി ചുറ്റി കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബെൽറ്റ് മേടിക്കണം. വാല आपका पास 1325 ദോ തേതോ. അതല്ല അയ്യ, അങ്ങനെ വെറുതെ ബെൽറ്റ് ഒന്നും എടുക്കാൻ പറ്റൂല. ഇതിന് അളവും കിളവൊക്കെ ഉണ്ട്. അതൊന്നും അല്ല കിത്രേ എടാ. അതെ അപ്പനെങ്ങനെ ഇപ്പൊ കറക്റ്റ് എടുത്തേ? ഞങ്ങൾക്ക് ഫൈനലി സാധനം കിട്ടി. നമ്മളിനി ഇതിപ്പോൾ കൊണ്ട് വണ്ടി കയറ്റണം. വണ്ടി കയറ്റിയിട്ട് വേണം കറണ്ട് കിട്ടാൻ. ഈ സാധനം അടിച്ചു പോകാതിരുന്നു. അതെ, അടിച്ചു പോയിട്ടുണ്ട്. ഞാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനം എന്നിട്ട് നമ്മൾ എടുത്തില്ലല്ലോ. ഒന്നുമില്ലല്ലോ. അതെന്നാ നിന്റെ കിടന്ന് കുലുങ്ങുന്ന? ഇതാണ് എൻ്റെ പുതിയ ആയുധം. എന്നോട് ശത്രുതയോടെ പെരുമാറുന്ന എല്ലാവർക്കും ഞാൻ ഇത് കൂട്ട് പറഞ്ഞു കഴിച്ചോളാൻ പറ്റും. ശത്രുത വേറെ ഒന്നുമില്ല. നിക്കോട്ടിക്കാം അതല്ലെന്നേ വ്യത്യാസം ഭയങ്കര. ഇതല്ല, ഇത് ഈ ഉപയോഗിക്കാത്ത ആൾക്കാരില്ലേ ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ശത്രുതയുള്ള ഇതെന്താ ഞാൻ ഒരെണ്ണം കൊടുക്കും. പുള്ളിക്കാരെല്ലാം തല ഇറങ്ങി പോകുന്നതാണ്. അല്ലേ നമ്മളങ്ങനെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളും തീർത്ത് വീണ്ടും നമ്മൾ കിടന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. വണ്ടി മെക്കാനിക്കൽ പരിപാടി ചെയ്തിട്ട് മൊത്തം കുളമായി. നമ്മുടെ കർട്ടനൽ വരെ മൊത്തം ഗ്രീസായി. അപ്പോൾ അതൊക്കെ ഇറക്കി കഴുകണം. വണ്ടി ശരിയായി കഴിഞ്ഞാൽ അത് ഫുള്ള് ക്ലീൻ ആക്കണം. ക്ലീൻ ആയി കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ക്ലീൻ ആക്കാൻ പോയി കഴിഞ്ഞാൽ വണ്ടി മൊത്തം നശിക്കും. അത് കാരണം മൊത്തം നമുക്ക് ഇപ്പോൾ ക്ലീൻ ആക്കാം അല്ലേ. അത് കഴിഞ്ഞാൽ നമുക്കൊത് കുളിക്കണം. അതെ, പിന്നെ ഇൻവേർട്ടറും കാര്യങ്ങളും ഫിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. എന്തായാലും ഇൻവേർട്ടർ നഷ്ടമാണ്, വേറെ നമുക്ക് വഴിയില്ല. അതുകൊണ്ട് മാത്രം ഞാൻ മേടിച്ചതാണ്. എല്ലാവരും എന്നെ തെറി വിളിക്കുമെന്ന് എനിക്കറിയാം. നമ്മളങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന് വാഹനം നിർത്തി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മാർക്കറ്റ് ഉണ്ട്, വണ്ടിയിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പെറുക്കിനോട് ചേർന്ന് ഇവിടുത്തെ ഒരു മാർക്കറ്റ് പ്രത്യേകതയുണ്ട്. ശനി ഞായർ മാത്രം ഈ പെറുക്കില് പെറുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാഡ്ബറിയുടെ ഒരു ചോക്ലേറ്റാണ്. ഇത് പെറുക്കല്ല, ഇത് മിറുക്കിൽ അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഇവിടെ ആകുമ്പോൾ എല്ലാ സാധനവും ഒരുമിച്ച് കിട്ടും. അതുപോലെ പൈസ കുറവാണ്. പിന്നെ അതേപോലെ കേട്ടോ സൈഡിലേക്ക് എല്ലാം. തേയില അല്ല, തേയില അങ്ങനെ പറയണം. ഇവിടെ സാധനം മേടിച്ചിട്ട് പോകണമെങ്കിൽ നമുക്ക് മേലോട്ട് പോകുമ്പോഴേ നിന്നെ പോലെ തന്നെ ചേട്ടനെ കാണാൻ. അടുത്ത സൈഡേക്ക് ചേട്ടൻ നോക്കി. നിനക്ക് ഇച്ച പ്രായം എന്താന്നുള്ളൂ അല്ലേ ചേട്ടനെ? ഇത്രയും പോരായിരുന്നു എന്നെ കാണാൻ. കൈസ് ഇവിടെയാ കുറച്ച് സാധനങ്ങൾ മേടിക്കട്ടെ. മെയിൻ സാധനം പോത്തിറച്ചിയല്ല, ഒന്നാന്തരം പന്നിയിറച്ചിയാണ് ഇവിടുത്തെ മെയിൻ. നെയ്യ് വേണ്ടവർക്ക് നെയ്യ് കിട്ടും. പീസാക്കി വെച്ചേക്കാം നോക്കി. അത് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. രണ്ടിടത്തും ഉണ്ട് ഇതേപോലെ പീസ് ഇറച്ചിയായിട്ട് ഇന്ന് കിട്ടും. അപ്പൊ ഇത് നെയ്യ് കുറഞ്ഞാണല്ലോ. അപ്പൊ ഏതാ വേണ്ടേ? ഇത് അത് വേണോ? അതെല്ലാം അത് മേടിക്കണ്ട. അവിടെ പറ്റീര് പാടില്ല കേട്ടോ. ഇതെടുക്ക്. അപ്പൊ ഇറച്ചി നെയ്യ് കുറവാ. മാർക്കറ്റിന്റെ പ്രത്യേകത ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് വെറുതെ നടന്നു നോക്കാം. ഓടി വന്നേ. ഇവിടെ ആകുമ്പോ ഇല്ലേ ഒരു വീട്ടിലോട്ടൊക്കെ എന്തൊക്കെ സാധനം വേണോ ആ സാധനം. ഇതുണ്ട് മീൻ കണ്ടോ? മീന് ഇത് കണ്ടോ, നാടൻ ചിക്കൻ, ചെമ്മീൻ, അതുപോലെയുള്ള ഇത് ബേക്കറി കാണാ. ബേക്കറി ഐറ്റംസ് മൊത്തം ഉണ്ട്. പിന്നെ അവിടെ പരിപാടി ഉണ്ട് കേട്ടോ. ഇതുണ്ടോ ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട്. കടല, പിന്നെ അതുപോലെയുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള. ഇത് പുളി, ഇത് പെണ്ണുങ്ങൾക്ക് വേണ്ട ബ്യൂട്ടി പ്രോഡക്ട്സ്, ചെരുപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇനി ഇങ്ങോട്ട് വന്നേ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. ഇനി അങ്ങോട്ട് നോക്കിയാൽ ഫോണിൻ്റെ ചില്ലുകൾ, കവറുകൾ, ഫാനുകൾ, കേലകൾ, ഇത് കണ്ടോ മസാജറുകൾ, അങ്ങനെ ഒരുപാട് എല്ലാ സാധനമുണ്ട്. ഐഫോൺ കാ ഗ്ലാസ്, ഐഫോൺ കായേ കിतना പൈസ ആയേ? ഇത് മേടിക്കണ്ട കേട്ടോ. ലോക്കലിൽ നിന്ന് നല്ലത് മേടിച്ചു. ഒറ്റ പുട്ട് 250. ഇത് ഇട്ടുണ്ടായിരുന്നു 500 രൂപയുടെ മറ്റേ സാധനം നല്ലത് മേടിച്ചില്ല. അത് കാരണം 250 രൂപയല്ലേ ഉള്ളൂ. ഇവിടെയുള്ള സഹധർമ്മിണിമാരെല്ലാം ഈ സാധനം ഉപയോഗിക്കട്ടെ. ചൂട് വന്നു കഴിഞ്ഞാൽ അവർക്ക് തണുപ്പ് വേണം. ചില സൗന്ദര്യമൊക്കെ നോക്കുന്നവരാണ്. വേറെ കാര്യമുണ്ട്. ഇനി മാർക്കറ്റിലുണ്ടല്ലോ ഒരു ചെറിയ കട, മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അത് ഫെനഗ്രീക്ക്, അങ്ങനെയുള്ള ഒട്ടും എല്ലാ സാധനം. പുള്ളി എടുത്ത് തവിയുണ്ട്, അതിനകത്ത് പുള്ളി എനിക്ക് തിന്നില്ല. അല്ലാതെ ഇതെല്ലാം എടുത്ത് പുള്ളി ഇതേപോലെ സാധനങ്ങൾ എടുത്ത്. ഇത് പിന്നെ ചെറിയ ചെറിയ സ്പൂണ്, കത്തി, അതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇത് മിക്സർ. ഇതിനൊക്കെ 150 120 പറഞ്ഞ നീ 150 ആക്കി. 150. അപ്പം അവനും കൂട്ടും. അത് വേണ്ട, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 150 രൂപ കൊടുക്കേണ്ടി വരും. അവിടെ വെച്ചോ. പിന്നെ അതുപോലെ ലഡു, പിന്നെ സവോള വട, ഇല്ലിവട, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഓരോ ദിവസങ്ങളനുസരിച്ച് അവർ ചെയ്യുന്നത്. പക്ഷേ ഈ ജിലേബി കഴിക്കരുത് കേട്ടോ. പിന്നെ ജിലേബി കഴിച്ച് ജീവിതത്തിൽ നിൽക്കും. ഞാൻ ഇവിടെ വന്നിട്ടാണ് ജിലേബി. അമിത് ഒരു പ്രാവശ്യം കഴിച്ചു. അത് നിന്ന് അവനും ജിലേബി. അല്ല, അവൻ പറഞ്ഞൊരു ലോകത്തിൽ ഇന്ന് വരെ അവൻ ഇങ്ങനത്തെ ടേസ്റ്റുള്ളൊരു ജിലേബി കഴിച്ചിട്ടില്ല. അപ്പൊ അതായി. പിന്നെ തക്കാളി, ഉള്ളി, സവോള എല്ലാം ഉണ്ടോടാ. അപ്പനെ കാണാം. നമ്മുടെ അപ്പനെ 100 രൂപയുള്ളൂ കേട്ടോ. അധികം ദിവസം ഇടേണ്ടി വരില്ല. പൊക്കോളും. 50 രൂപ സാധനം. ഇത് 50 രൂപ.
അല്ലേ ഇത് ഇട്ടിട്ട് സാധനം ഇവനെ റീത് കൺസ്യൂം ചെയ്ത സാധനം അല്ലല്ല ഇത് റീയാ. അപ്പം 50 രൂപ ബനിയന് നല്ല ഷർട്ടുകൾ 50 രൂപ. ഇത് പുതിയൊന്നുമല്ല, സെക്കൻഡ് ഹാൻഡ് ആണ് ഇത്. അങ്ങനെ നമ്മുടെ വാഹനം നിർത്തി അതേ സ്ഥലത്തെത്തി. ഇതേ മമ്മി കുളിക്കാൻ വേണ്ടി പോകുന്നു. കുളിക്കാൻ പോവാ? യെസ്, അങ്ങോട്ട് നോക്കിയിട്ട് പോണേ. ടാറ്റാ. വണ്ടി നോക്കിയിട്ട് പോണേ ഗൈസ്. പിന്നെ നമ്മുടെ പരിപാടി, നമ്മുടെ ഏക ജനറേറ്റർ ഇതുണ്ടോ, ഇവിടെയാണ് ഞങ്ങളുടെ കുളിക്കടവ്. ഞങ്ങളെല്ലാവരും കുറച്ച് കഴിഞ്ഞാൽ അവിടെ കുളിക്കാം. പപ്പയുടെ കുളിക്കാൻ. ഇവിടുത്തെ തദ്ദേശീയമായ പെമ്പിള്ളേർ ഇവിടെ തന്നെ കുളിക്കുന്നത്. അതെ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ആമ്പിള്ളേർ മേലെ കുളിക്കും, പെമ്പിള്ളേർ താഴെ കുളിക്കും. അതായത് ഇതൊക്കെ പറയുമ്പോൾ പൊടിമീശക്കാരനായ അമിത്തിന്റെ മുഖത്തൊരു ചിരി. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ജനറേറ്റർ ശരിയാക്കാൻ വേണ്ടി പോവാണ്. ഓയിലില്ല. ജനറേറ്റർ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയുന്നതായിരിക്കും. എന്താണ് ജനറേറ്റർ? ഓയിലില്ല. എഞ്ചിൻ ഓയിൽ ഒഴിക്കണം. അത് ആദ്യത്തെ പരിപാടി. അതിനുശേഷം നമ്മൾ മേടിച്ച് ഇൻവേർട്ടർ വണ്ടി ഫിറ്റ് ചെയ്യണം. വണ്ടി മൊത്തം തൂത്ത് വൃത്തിയാക്കണം. അതിന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഉൾവശത്ത് മൊത്തം കരിയും സംഭവങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വൃത്തിയാക്കിയെടുക്കണം. പിന്നെ അത് കൂടാതെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ നോക്കി എന്ത് രസമാണെന്ന് നോക്കി. അതിൻ്റെ ഒരു ഔട്ട് ഓഫ് ഒരു ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസാമാന്യ ഫ്രെയിം. എന്തൊരു രസമാണെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി. ഒരു പ്രത്യേക രസവും ഒരു പ്രത്യേക ഫീലിംഗ് എനിക്കാണ് ഇവിടെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്നറിയാമോ? ഇവിടെ കുളിക്കടവാണ്. അതെ ഇവിടെ എല്ലാവരും ഒരു ഞാൻ പറയട്ടെ, ദീപചേട്ടനൊക്കെ പറഞ്ഞാൽ പല കുളിക്കടവിലും പോയിട്ടുണ്ട്. ഒരു കാര്യമില്ലെന്ന് പുള്ളിയും പറഞ്ഞാൽ ചപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെയൊന്നുമില്ല, ഓപ്പൺ ആയിട്ട് കാണാം. അപ്പനോട് പോവാ കുളിക്കടവില്ല. അപ്പനെ കുറിച്ചൊരു പരാതിയുണ്ട് കുളിക്കടവ് കേസ് കേട്ടോ. വാ. ഞാൻ പറയാം മറന്നേ, ഇന്നലെ 3 പ്രാവശ്യം. ജീവിതത്തിൽ ഒരു പ്രാവശ്യം കുളിക്കുന്നതാണ് 3, എന്നിട്ടും ഇന്ന് രാവിലെ കുളിക്കണമെന്ന്. അപ്പൊ അതിന്റെ ഒരു ഔചിത്യം എന്നാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടിപൊളി വെള്ളമാണോ അല്ലെ വേറെ വെള്ളമാണോ? 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഏക പമ്പാണ് ഈ പമ്പ്. നല്ല ബാത്റൂമാണ്. മമ്മി ഇതാ ചന്തയ്ക്ക് പോയാലും വരുന്നു. എന്നാ കൂട്ടിയോ? വെള്ളമില്ലേ? എന്നാ നോക്കിയടാ, വെള്ളമില്ല. ബാത്റൂമിൽ വെള്ളമില്ലാതെ ലിബിൻ അവിടെ പോയി ഇടപെട്ടു. എന്നാ എടാ വെള്ളം അടുപ്പിച്ചു. എന്നാ സംഭവം? എന്നാ വെള്ളമില്ലായിരുന്നു, വെള്ളം അടുപ്പിച്ച. എഞ്ചിനോയിൽ ഒഴിക്കണം. ഈ പൈപ്പ് മുഖേന ഒഴിക്കണം. ഇത് നമ്മുടെ AC-യുടെ പൈപ്പാണ്. ഇതന്ന് കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു എക്സ്ട്രാ മേടിക്കേണ്ട വരും എന്നുള്ളത്. ഇത് നമ്മുടെ എഞ്ചിൻ ഓയിൽ. ഇതങ്ങനെ ഒന്നുമില്ല, എന്തിനും ഒഴിക്കാം, ഇന്ന സാധനമൊന്നുമില്ല. പക്ഷേ കണ്ടുപിടിച്ചോ എഞ്ചിൻ ഒഴിക്കുന്നത്? അടിച്ചിട്ട് ഓ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. അപ്പൊ നീ എന്തിനാ ഈ പൈപ്പ് എന്തിനാന്ന് എന്നോട് ചോദിച്ചേ? എനിക്കറിയാം. ഇതിപ്പോ എങ്ങനെ നിനക്ക് മനസ്സിലായി? ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് വെക്കുന്ന സാധനം അഴിഞ്ഞു. അതൊക്കെ ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. ബോണറ്റ് വെക്കുന്നല്ലോ. ഇതവിടെ വെച്ചാ ഇതെവിടുത്തെയാ? ഇത് സ്പെയർ മേടിച്ചു വെക്കുന്നതല്ല, എല്ലാം നജീബൊക്കെ മേടിച്ചു തന്നത്. ഇനിയും നമുക്ക് ഓയിൽ ഒഴിക്കാം. അല്ല, പഴയ ഓയിൽ നമുക്ക് കളയണ്ടേ? അതല്ല പുതിയ ഓയിൽ. ഇല്ലല്ലോ, ഇല്ലാത്തോണ്ടല്ലേ സ്റ്റാർട്ട് ആവാത്തെ. പഴയ ഓയിൽ ഇല്ല. ബാ പിടിച്ചോ. എന്നാ എഞ്ചിൻ ഖറാബായവനെ. എഞ്ചിൻ പോയി. എഞ്ചിനൊന്നും പോയിട്ടില്ല. ഇനി ഈ സാധനം വെച്ചത് ഊരണം. എവിടെയാ ഊരുടെ? അങ്ങ് വലിച്ചു ചെയ്യണം. ഒന്നുമല്ല തീറ്റ, ഒന്നുമല്ല. ഇതാണ് സാധനം. എടാ എണ്ണ ഉണ്ടല്ലോടാ മറ്റേ. അതിൻ്റെ അല്ലെന്നേ, ഒന്ന് അടിച്ചു നോക്കിയേ. വേറെ എന്തിനും പ്രശ്നമായിരിക്കും. ഇതിൻ്റെ എല്ലാം നെറ്റ് പോയിട്ടാ. നെറ്റൊക്കെ എന്ത്? ഒരു നെറ്റ് കിട്ടി. എടാ ഒരു നെറ്റ് ഞാൻ നിനക്ക് സൂക്ഷിച്ചു വെക്കാൻ തന്നില്ലായിരുന്നടാ മിറ്റ. അതെന്തിയേ? മൈ നെയിം ഈസ് അല്ലല്ലോ ചാനൽ നെയിം ഈബുൾ ജെറ്റ്. ये भैया का नाम क्या है? राज नीलम डुंगडुंग. किधर का? लोकल. आपका नाम क्या है? राज नीलम डुंगडुंग. യെസ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ ആളെ കിട്ടി. ആളുടെ പേരൊരു വെറൈറ്റി പേരാ. രാജ് नीलम कुंडम. नीलम डुंगडुंग. डुंडुम. പുള്ളിയുടെ പേര് വ്യത്യസ്ത പേരാണ്. ഇതൊക്കെ സിലിഗുരിക്ക് ലോക്കൽ ആദ്മിയെ. അപ്പോൾ പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ രാജ് നിത ഡുണ്ടും എന്നുള്ളതാണ് പുള്ളിയുടെ പേര്. ഇതെല്ലാം കൊള്ളാം. ബീഹാർക്കാരന് ആരും വഴി പറഞ്ഞു കൊടുക്കണം, തന്നെ പോകുന്ന നോക്കിയേ. അതിന് വഴി അറിയാവോ? വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്ന മൈക്കിൾ. വെള്ളത്തിനോട് ഭയങ്കര ആസക്തി കേട്ടോ ഇവനെ. ഓടുക. ഇവനെ നന്നാക്കാൻ വേണ്ടി നമുക്ക് എൻ്റെ കൂടെ 1 മാസം വിടേണ്ടതാണ്.
പിന്നെ അടപ്പെന്ത് ചേട്ടാ? പിന്നെ അടപ്പെന്ത് അമിത? നിന്റെ കയ്യിലാണല്ലോ തന്നെ. കുഞ്ഞു ചെറ്റതാ എടി. പോത്ത് പോത്ത് അഭിരാമി പോത്ത് പോത്ത് ബുള്ള് 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 ബുള്ള്. ഇതാ ഞങ്ങളുടെ കുഞ്ഞു ചെറ്റ അതിനകത്ത് കുളിക്കാൻ പോയിട്ടോ. കാലൊക്കെ ചവിട്ട് നോക്കിയടാ. അത് തണുത്തവെള്ളത്തിൽ കുളിക്കാൻ ഒരു പേടിയില്ല കേട്ടോ. നോക്കിയ അടി വിടറി എൻ്റെ കൊച്ചിനെ. സായന്ത്രം കൊടുക്കടേ അതിന്. ഒന്ന് മുക്കിക്കാവനെ, ഒന്ന് വെള്ളത്തിൽ മുക്കി വിട്, കണ്ട് പൊക്ക്. ഗൈസ് ഇത് നമ്മൾ ഓണാക്കാൻ നോക്കുവാണേ. പക്ഷെ ഓണാവൂലേ? ഓണായില്ലേ? ആയി ആയി ആയേ ആയേ അതിനെ പറ്റിയ എടുത്തോ. അപ്പം അതിന് കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചില്ലേ? അപ്പം ഇതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. വിട്ട് എൻ്റെ ദീപിച്ചേട്ടാ, നിങ്ങൾ തൊടുന്ന സാധനം മൊത്തം പോവാണല്ലോ ദീപിച്ചേട്ടാ. ഹായ് സാബ്, അറിയാന്നാ? എനിക്കെവിടെ അറിയാന്നാ? ഇന്ന് കണ്ട് പരിചയപ്പെട്ട ചേട്ടൻ. ആ നെറ്റ് എന്ത് ചെയ്യേ? നമ്മുടെ ജനറേറ്ററിന് 2 നെറ്റ് ഇതിൻ്റെ ത്രെഡ് പോയി. അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ചോദിക്കുകയാണ് അങ്ങയുടെ കയ്യിലുണ്ടോയെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ സംഭവമില്ല, ഇതിൻ്റെ വേറെ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിക്കാം. പെട്രോൾ പ്രോബ്ലമേ? പാനി. അയ്യോ പാനി. ഗൈസ് നമ്മൾ ആവശ്യക്കാരനെ പോയി. ഒരെണ്ണത്തിന് 10 രൂപ വെച്ച് 40 രൂപ. നമ്മുടെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ, അവൻ്റെ ഭാഷ സംസാരിച്ച് തെറിയും കേൾക്കണ്ടേ. 2000 രൂപയുടെ സാധനം. അതെ, പോയേക്കാം. വാ, കിട്ടിയല്ലോ. താങ്ക് യു ഭയ്യ. ഗൈസ് ഫൈനലി ഈ സാധനം ഇതിന് സെറ്റായി. പിന്നെ ഞെട്ടെല്ലാം കട്ടറിൽ കൂടെ വന്നിട്ട് ഊരിപ്പോയിട്ടോ. ആ ഞെട്ട് ഇല്ലേല് ഈ സാധനം സ്റ്റാർട്ട് ആവില്ലല്ലേ? ഇതിന്റെ കംപ്ലൈന്റ് കണ്ടുപിടിച്ചില്ലേ? ആ സാധനം ഇളകുമ്പോൾ ഉള്ളിൽ കയറി പോകുമ്പോഴാണ് ഈ സാധനം സ്റ്റക്ക് ആകുന്നത്. അതെ, അങ്ങനെയാണ് ഈ സാധനം വർക്ക് ആകാൻ. അതെ അതെ, മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ ദീപിച്ചേട്ടാ? തീർച്ചയായും മനസ്സിലായി. അതല്ലേ പിന്നെ ഫാൻ ബെൻഡായി പോയോടെ. ഫാൻ ബെൻഡായി പോയായിരുന്നു. എടാ റിങ് എന്തിടാ ബോക്സാ ഇതിൻ്റെ അകത്തുണ്ട്. നീ റിങ് എന്നടാ മിത്ത? റിങ് ചെറുത് 10-ന്റെ 12-ന്റെ റിങ് തന്നെ. അല്ല ഇതൊക്കെ റിങ് എന്ന് ഉദ്ദേശിച്ചേ, ഞാൻ പറഞ്ഞു മാറിപ്പോയതാ. റിങ് അല്ലായിരുന്നു വേണ്ടേ. ആ സാധനം കറക്റ്റാ, പിടിച്ചോ. മാക്സിമം ടൈറ്റ് ആക്കാം. എവനെ അതിൻ്റെ ത്രെഡ് കളഞ്ഞാക്കല്ലേ? അതിൻ്റെ എല്ലാ ത്രെഡും പോയി ചേട്ടാ, അലമെന്റ് പോയി. എനിക്ക് തോന്നുന്നതിന് റിങ് അല്ലാത്ത മറ്റേ എന്നാടാ നോക്കണ്ടേ? ഇപ്പൊ ടൈറ്റ് ആക്കി വിടുക. എങ്ങനെയാ റിങ് അല്ലാത്ത മറ്റേതാ എൻ്റെ ഉള്ള ഇത്? ഇതിങ്ങനെ മഞ്ഞിങ്ങനെ. യെസ് യെസ് യെസ്, അതെ. ഇത് ടൈറ്റ് ആക്കി കേട്ടോ. അടി അടി ഇപ്പൊ സ്റ്റാർട്ടാകുന്നില്ല ഇവന്. അടിച്ച് ആ സ്വിച്ച് ഓൺ ആണോ നോക്കിയത് ചേട്ടാ? അല്ല, അങ്ങനെ സൈഡിൽ 2 സ്വിച്ച് ഉണ്ട്, അത് ഓണാണോ നോക്കിയേ? അത് താഴോട്ടാ, മേലോട്ടോണ്. അതെ 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 അതെ. അടി ഇത് സൈറ്റ് ആക്കി മാർക്ക്. അടി. അയ്യോ നോക്കണേ. അടി ഒറ്റടി ചാട്ടാണേ. അടി സ്റ്റാർട്ടായി. സാധനമായില്ലേ? ഒരു 10 മിനിറ്റ് വെച്ച് നോക്കാം. ഒന്നുമില്ല, ഇൻവേർട്ടറിൻ്റെ ഷോർട്ടായിരുന്നു. നമ്മുടെ അടിച്ചു പോയ സാധനം ഇതാ. ഇത് ഓണാണോ ഓഫാണോ ദൈവത്തിൻ്റെ. ഇതാണ് വരണ്ടേ, പവർ കൊടുക്കണ്ടേ. ഇതെന്നാ? ഇതാണ് രണ്ട് പോരല്ലോ. ഇവിടെ 3 വരണ്ടേ. ഇത് ചാർജിങ്ങിലേക്ക് പോകുന്നത് തോന്നുന്നു. ഇത് എവിടെയെല്ലാം കൊടുക്കണ്ടേന്ന് നിനക്ക് അറിയാമോ? സാധനം കാണിച്ചേ. അതെന്താ പുതു സാധനം? അഭിരാമി ഇതെടുത്താ. അഭിരാമി സാധനം സോളോ ടേപ്പ് നോക്കിയിട്ട് എർത്തടിക്കുവേ. എടാ പൊട്ടാ, ഇത് ഇതിനാവശ്യമുണ്ട്. ഏതാവശ്യം? ഇതന്നെ ഇതിൻ്റെ ചെയ്തേക്കുന്ന AC ഇൻപുട്ട്. അതോടെ കുത്തു ഇൻപുട്ട് എന്ന് വെച്ചാൽ ആ കറുപ്പ് എന്തിയടാ ഇത്? തിരിച്ചടാ ഇത്, തിരിച്ചേ നീ ഒന്നും മിണ്ടായിരുന്നു കുറച്ച് നേരത്തെ. ഞാൻ പറഞ്ഞുതരാം. ഇത് ബാറ്ററി ഇതന്നെ ഇൻപുട്ട് എന്ന് പറയുന്നതാണ്. ഇതാണ് ഇൻപുട്ട്. അങ്ങനെ 3 ലൈൻ കൊടുക്കുക. 3 ലൈൻ ഇൻപുട്ട്. ഇതാ 3 ലൈനായിരുന്നു. കറക്റ്റ് 3 ലൈൻ ഇൻപുട്ട്. ഇതിപ്പോൾ മുറിച്ച് കഴിയുമ്പം ഇതാണ് ഇൻപുട്ട്. ഇപ്പോൾ ഫൈനലി ഞങ്ങൾ ഇന്ന് മുറിച്ച് കേട്ടാ അല്ലേ? ഇത് കറക്റ്റ് എടുക്കണം, എന്നാലേ ഈ വണ്ടിക്കകത്തിന് പവർ സപ്ലൈ ഉണ്ടാവുള്ളൂ. കറണ്ട് 3 ദിവസമായില്ലേ നമ്മുടെ മറ്റേ പവർ സപ്ലൈ പോയത്? പിന്നെ 3 ദിവസം. അമിത്തൊക്കെ എന്ത് ചെയ്തേനെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് കൊടുക്കാം കേട്ടോ. 3 പേരെ ഉറക്കണമെന്ന് രാത്രി. നീയൊക്കെ ഈ 3 പെമ്പിളെ ലൈൻ അടിച്ച് ഞങ്ങളെപ്പോലെ ഉള്ളവർക്കൊക്കെ ഇത് കിട്ടുമോ, പെണ്ണ് കിട്ടുമോ? നീ പറ. ലിവിനൊന്നും പെണ്ണ് പോലും കിട്ടുന്നില്ല. ഈ ബെസ്റ്റി ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പം കാര്യമുള്ളത്. ബെസ്റ്റി ഇല്ലാത്തവർക്കൊന്നും പെണ്ണില്ല.
അറിയാവോ? സത്യല്ലേ? ബെസ്റ്റ് കണ്ടാൽ എല്ലാവർക്കും കിട്ടും, ബെസ്റ്റ് ഇല്ല ആർക്കും ഇല്ല. അമിത്ര പിന്നെ പേടിക്കണ്ട, മുടി വെച്ചിട്ട് അവന്റെ മോഹം മറിക്കും. പൊക്കോ പൊക്കോ. നമ്മൾ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ സലോ ടൈപ്പ് ചെയ്ത് കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമാക്കണം. കാരണം എർത്ത് വേറെ സ്വിച്ച് കൊടുക്ക്. വെറുത്ത് സ്വിച്ചോ അല്ല, വേറെ ആയിട്ട് കൊടുക്ക്. നീ രണ്ടും കൂടെ കൂട്ടി അടിച്ചേ. അതല്ല, ഇല്ല, എർത്ത് വേറെ ആയിട്ട്. ഓൾറെഡി ഞാൻ ഇത് അല്ല അല്ല അല്ല, എർത്ത് വേറെ ആയിട്ട് തന്നെ കൊടുക്ക്. അങ്ങനെ പറ്റില്ല, എർത്ത് വേറെ തന്നെ ഇട്. അടിവശം പോലെ ചെരിച്ചില്ല ഇടാ. അത് കൂട്ടി വന്നിട്ട് എർത്തുകാരൻ രണ്ടും കൂടെ കൂട്ടി അടിച്ച് മൊത്തം കത്തിപ്പോയാലോ? പറയാൻ പറ്റില്ല, ഞാൻ മേടിച്ച സാധനമാണ് ഇത്. ഇന്ന് എനിക്ക് ഓടണം, അല്ല എനിക്കിന്ന് ഉറക്കം വരൂല. എന്റെ തലയിലാവൂലേ ഇത്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ പരിപാടി കഴിഞ്ഞു. കട്ടൗട്ടർ ഓൺ ആക്കിക്കടാ. ഇവിടെയാ നിന്റെ അടിയിലെ മഞ്ഞ കട്ടൗട്ടർ ഓണാക്കട്ടെ. അടിയിലെ കട്ടൗട്ടർ ഓണാക്കി ഓണാണേ ഓണാണേ ഓണാണേ. ഓക്കെ, സക്സസ്. അമിത കട്ടൗട്ടർ മേലോട്ടും താഴോട്ട് വയ്ക്കാൻ പറ്റേ ഓക്കെ ആകണേ. ആ, ഫുൾ ലൈറ്റ് ഇട്ട്, ഫുൾ ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്, ഫുൾ സ്വിച്ച് ഇട്, എല്ലാം ഇട്. ആ, അതിൻ്റെ മേലത്തെ എല്ലാം ഇട്ടോ. ഇനി ആ മേലത്തെ സാധനം മേലോട്ടാക്കിയേ, 2 മേലോട്ടാക്കിയേ. അത് മേലോട്ടാക്കാം, ആദ്യം മേലോട്ടാക്കി. ആ, ആക്കടാ. ഓ സക്സസ്. ഈ അടിച്ചു പോയിട്ടുണ്ട് എൻ്റെ ഉത്താർത്ഥത്തിൽ ഞാൻ വിട്ടു. ഇനി എബിൻ്റെ പ്രശ്നം. ഇത് മൈക്രോടെക് ആയതുകൊണ്ട് കൂടിയ സാധനം. ഇനി വേണം ഫ്രിഡ്ജ് എടുക്കും. അങ്ങനെ ഫ്രിഡ്ജ് എന്ന് വെച്ചാക്കവനെ, നമുക്ക് വെള്ളം വെക്കാലോ ഇവനെ, ഫ്രിഡ്ജ് വെക്കവനെ. ഞാൻ പേടിച്ച് ചേട്ടാ, അല്ല ഇത് ഓഫ് ഓൺ നോക്കാൻ പറ്റും. ഞാൻ പേടിച്ച് പോയി വാങ്ങിയത്, അതേവരെ വിളിച്ചു വരുത്തിയത്. ആയില്ലേ? ഇത് ഇച്ചിരി പവർന്ന് കേട്ടോ തോന്നുന്നത് അല്ലേ? രാത്രിയായി, ഞങ്ങൾ കിടക്കാൻ പോവാണ്. വലിയ തണുപ്പൊന്നുമില്ല, അത്യാവശ്യം കാറ്റുണ്ട്. ഒരു കാറ്റുണ്ട്, ഊറി തണുപ്പുണ്ട്. വണ്ടിയുടെ പുറത്ത്, അകത്ത് നല്ല ചൂടാണ്. ഞങ്ങളിത് പുറത്ത് സഞ്ചരിക്കാൻ പോകാനല്ല ഈ കുപ്പി, ഇത് എണ്ണ മേടിക്കാനാണ്. എണ്ണ മേടിച്ച് ജനറേറ്ററിൽ ഒഴിക്കണം. ഇവിടെ സഞ്ചരിക്കാൻ പറ്റും. ഞാനേ എല്ലാം ശരിയാക്കി അവസാനം ഞാൻ കട്ടൗട്ടറിൽ ഇച്ചിരി ഗുസ്തി കാണിച്ചാ. ജനറേറ്റർ വർക്കാന്ന്, പക്ഷെ ഉള്ളിൽ ലൈറ്റ് കത്തുന്നില്ല. അപ്പൊ ഞാൻ എണ്ണ തീർന്നുള്ള വ്യാജാനം ഇപ്പൊ ഇറങ്ങി വന്നേക്കുന്നത്. ജനറേറ്റർ വർക്കാന്ന് തിരിച്ചേ. ആ, എൻ്റെ തലയിലേ ഇത് മൊത്തം. ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുലുക്കിയാൽ ശരിയാവോ? നമ്മുടെ പഴയ വണ്ടിയുടെ ലൈറ്റ് പോലെ കട്ടറയാടി വർക്ക് ചെയ്യുന്ന പോലെ തരുവോടാ? തരുമായിരിക്കും. ചേട്ടാ റണ്ണൗട്ടായ ഫോട്ടോ വേറെ വിഷയമുണ്ട്. ഗൂഗിൾ പേ ആറ് ഫോണിലുള്ള എടുത്തോണ്ടോ? എൻ്റെ അടുത്തില്ല. നമ്മളങ്ങനെ വണ്ടിക്കുള്ളിൽ കയറി. ജനറേറ്ററിന് എന്തോ പറ്റി കേട്ടോ. ഞാൻ മര്യാദയ്ക്കുന്ന സാധനത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടില്ല. പോയി അറിയില്ല, നാളെ നോക്കണം. ജനറേറ്റർ എന്ത് പറ്റാ? അഭിരാമി നമ്മുടെ ഭക്ഷണമൊക്കെ വെച്ച് നമ്മുടെ കിച്ചൺ ടോപ്പൊക്കെ റെഡിയാക്കി. അതെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. പപ്പ എല്ലാം പപ്പ. മമ്മി കേക്കണ്ട, മമ്മി സഹി കേട്ടു. മമ്മി പിണങ്ങിയിരിക്കും എല്ലാരോടും. മമ്മി ഒന്ന് റെസ്റ്റ് എടുത്താ. ആ, ഫൈനലി എല്ലാവർക്കും നോക്കും, എല്ലാവർക്കും കിടക്കാനുള്ള ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ ഒരു സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വണ്ടിപ്പണിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റി. ഒരു കാര്യം എടുത്ത് ചെയ്യുമ്പോൾ ഓർക്കണേ, ആ മസ്തക്കാരന് ക്ലിപ്പെല്ലാം ഇട്ട് കൊടുക്കണേ. പുള്ളിക്കാരന് പ്രത്യേകം പറഞ്ഞു ഇതെല്ലാം ഇടണമെന്ന്. ഞാൻ പമത്തോട് പറഞ്ഞു എല്ലാത്തിനും നീ ഷോട്ട് എടുത്ത് വെച്ചോ, അതാണ് 1800 രൂപയ്ക്ക് തീർന്ന പരിപാടിയാ. അതെ, അതായത് നമ്മുടെ വണ്ടിയുടെ പരിപാടിയൊക്കെ തീർന്നു. 2 ബെൽറ്റും കൂടെ ആ സാധനം മേടിക്കണം. അതെന്തായാലും മേടിക്കേണ്ടതാണ്. അത് മേടിച്ചേ പറ്റത്തുള്ളൂ. അതിനകത്തൊരു കാര്യമുണ്ട്, ഇവിടെ ബെൽറ്റ് വാങ്ങാൻ നേരത്തെ കമ്പനിക്കും ചാത്തിനും ഒരേ വില. അങ്ങനെ നമുക്ക് കമ്പനി മേടിച്ചാൽ പോരെ. ചാത്തനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ, കമ്പനിക്ക് പൈസ കുറവ്. ഗൈസ് സത്യം പറഞ്ഞാൽ ഈ ടി വി ഒക്കെ എന്തിനാ വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാന്നൊരു പിടുത്തമില്ല കേട്ടോ. കാരണം ഇതൊന്നും കാണുന്നില്ല. ഇതൊക്കെ ഓണാ കേട്ടോ. ആഗ്രഹമുണ്ട്, പക്ഷെ സമ്മതിക്കുകയല്ല. ആര്? നിങ്ങൾ സമ്മതിക്കുകയല്ല. നിങ്ങൾ വെച്ചോണ്ടിരിക്കും. ഒരു 5 നിമിഷത്തേക്കുള്ളിൽ ഈ കർട്ടൻ നമ്മൾ അടയ്ക്കുന്നതായിരിക്കും. ഈ കർട്ടൻ അടയ്ക്കുന്നതൊന്നുമല്ല, കാര്യമാണ് പറഞ്ഞത്. ഇവര് കാണാൻ വിടുകയല്ല. ഇവർക്ക് എപ്പോഴും ഇങ്ങനെ പിരിവിരാ വെച്ചോണ്ടിരിക്കും. പടങ്ങാനും നേരമുള്ളൂ. പിന്നെ എങ്ങനെയാ കാണുന്നത്? അമ്മേ, അമ്മ കൊറേ നേരം അതിന്റെ ഒതുങ്ങി നിന്നു. കുറച്ചു നേരം മമ്മി ഒരു അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കാം. ഫുട്ബോളിൽ പാട്ട്, കുക്കറെടുക്കും, കഞ്ഞി വെക്കും, ഒരു സാമ്പാറും വെക്കും. ആരായിരിക്കും വെക്കുന്നത്? പിന്നെ പിള്ളേര്. അപ്പൊ നാളെ അപ്പന്റെ ഗ്യാസ് പോയി.
അത് കേട്ടിട്ട് ഇതൊന്നും ഒരു പുത്തിരിയല്ല. അമ്മ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന നോക്കി ഇങ്ങനെ കണ്ടെത്തി നോക്കൂത്തി വെക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കും. പപ്പ പെറുക്കി കയറി കേട്ടോ പപ്പ പെറുക്കി കയറി. കൊച്ചിനെ ആരാ നോക്കുന്നേ? കൊച്ചു പാവോ അലിയിലോ ഇങ്ങനെ നടക്കും. അപ്പൊ അതിന്റെ പുറകെ നടക്കുന്നേ. കൊച്ചിന്ന് കാണിച്ചു വെച്ചേക്കുന്നുണ്ടോ? മാറിക്കേ. മമ്മിയുടെ കർട്ടന്റെ സാധനം പൊളിച്ചു. ഞാനിപ്പോ ടാഗ് അടിച്ചു വെച്ചേക്കോ. അവിടെ പൊട്ടിച്ചു. അത് പൊട്ടി അത് ഇളക്കി എടുത്തിട്ട് ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തു. ഇതൊന്നും അല്ല അവൻ പൊട്ടിച്ചത്. എല്ലാം പിന്നെ മൊത്തം ഞങ്ങളുടെ സാധനങ്ങളാട്ടോ. ഞങ്ങളുടെ ടിഷ്യൂ, പിന്നെ അതേപോലെ കൊച്ചിന്റെ മറ്റേ പാൽക്കൊപ്പി റെഡിയൊക്കെ സാധനം, കടല. ഇത് ഞങ്ങളുടെ സ്വിച്ച്. ഞങ്ങളുടെ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ പാർട്സ് ആണല്ലോ കൊടുത്തുണ്ടോ. ഇതൊക്കെ നമ്മുടെ സ്വിച്ച് സാധനങ്ങൾ. പിന്നെ അതേപോലെ നിങ്ങൾ സൂത്രം കാണിച്ചാലേ ജനറേറ്റ് അടിച്ചായിരുന്നെങ്കിൽ ഈ സാധനം താഴോട്ട് തത്തിയായിരുന്നു, മൊത്തം ലൈറ്റ് കത്തിയാനെ. പക്ഷെ അതിപ്പോ കത്തുന്നില്ല. കഴിച്ച എന്തോ സംഭവിച്ചു പോയി. അല്ല ഇവന് ഇതിനകത്ത് ഇലക്ട്രിക് ഓക്കെയാണ്. എനിക്ക് മൈക്ക് നിനക്ക് മൈക്ക് ഇത് ഫോൺ കുത്തിക്കുക, ഇതിന്റെ അത് ചാർജ് കയറുന്നുണ്ടോ? ഉണ്ട്. അന്ന് ഇൻവേർട്ടർ ഭയങ്കര വിഷയമാവും, ഉറങ്ങാൻ പറ്റൂല. 2000 പോയില്ല. ഇല്ലടാ ആ ഇൻവേർട്ടർ ഒന്നല്ല. ഇത് കണ്ടോ, ഇതിന്റെ ഉള്ളുണ്ട്. ഇതിന്റെ ഉള്ളിൽ മൊത്തം നമുക്ക് വേണ്ട സാധനങ്ങളാട്ടോ. ഇത് കണ്ടോ. അപ്പൊ തീർന്നല്ലേ അപ്പ? എല്ലാം തീർന്നു. എവിടെ ഇരിക്കുന്നു? നിങ്ങൾ ഇന്ന് ദോശപ്പൊടിയോ ദോശമാവൊക്കെ എടുത്തു വെക്കുന്നുണ്ടല്ലോ. അഭിരാമി നമുക്ക് അഭിരാമി അല്ല, പണ്ട് കാലത്തെ ജനങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് മിക്സിയിലല്ല അടിക്കുന്നത്. കൈയും കൊണ്ട് ഇങ്ങനെ അരച്ച് കൈയും കൊണ്ട് ഇങ്ങനെ ഇതാക്കി പ്രത്യേക രുചിയാണ്. ഈ നമ്മുടെ ഞാനൊരു കേസ് പറയാൻ പറ്റും. നമ്മുടെ എ സി ഉണ്ടല്ലോ, തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്. അല്ലെ ചൂടുള്ള സ്ഥലത്ത് സിക്കിം അതുപോലെ സ്ഥലങ്ങളിൽ പോകണം. ചൂടുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര ചൂട് ഓട്ടോമാറ്റിക്കാ. ചൂടുള്ള സമയത്ത് ഭയങ്കര ചൂട്, തണുപ്പുള്ള സമയത്ത് ഭയങ്കര തണുപ്പ്. അപ്പോഴൊക്കെ ഇതിന്റെ തണുപ്പ് കാരണം നോക്കിയേ ഉടുപ്പൊക്കെ ഊരിയാക്കുക. സി കേരള, എന്റെ ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം. സിക്കകത്ത് ഏതൊക്കെയാണ് കാണുന്നത്? ഏതൊക്കെയാ? ഗബി 4 ദിവസം കൊണ്ട് കുത്തിപ്പറിച്ച് എല്ലാം കളയും. അപ്പന് സുഖം കൂടി പോയിട്ടോ. പിന്നെ ഈ ചിലർക്ക് സുഖം കൂടുമ്പോ വടക്ക് പിടിക്കുവാ ചുമ്മാ. ഏതൊക്കെ സീരിയലാണ് കാണുന്നത്? പപ്പ, ചെമ്പരത്തി, കുടുംബശ്രീ ശാരദ, പിന്നെ എന്തിട്ട് ഇന്നലെ, അത് 2 സി കേരളത്തില്. പിന്നെ മറ്റേ റബ്ബൊക്കെ ഉള്ള ഒരു സീരിയൽ ഉണ്ട്. അതിന്റെ പേര് നമ്മുടെ ജീവിതത്തില് ഈ സീറ്റ് തുടച്ചിട്ടില്ല. ബാക്കിയെല്ലാം തുടച്ചിട്ടില്ലേ? മമ്മി എടുക്കാത്ത ജോലിയില്ല കേട്ടോ. മമ്മിയും പപ്പിയും മമ്മിയൊക്കെ ചാണകം ചോന്ന പോലെ. എന്റെ അമ്മോ, എന്റെ ഓർമ്മ വെച്ച കാലത്ത് ഓർക്കുന്നു. ദേഹം മൊത്തം ചാണാനും മടത്തിപ്പണിക്ക് പോയിട്ട്. മമ്മിയൊക്കെ ആയ കാലത്ത് കണ്ടമാനം കഷ്ടപ്പെട്ട കേട്ടോ. ഇതെന്നെ സംബന്ധിച്ചല്ലേ, നമ്മളാ വർക്ക്ഷോപ്പിൽ പണിതപ്പോ ഫുള്ള് കരിയായി സീറ്റലെല്ലാം. അപ്പൊ ഈ സീറ്റലായ ഏറ്റവും കൂടുതൽ ഒരു പണി അറിയത്തില്ലാത്ത നമ്മുടെ ദീപിച്ചെന്ന അമ്മ വഴക്ക് പറയും. അതാണ് ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന അതായത് സീറ്റെല്ലാം വൃത്തിയാക്കണം. കാരണം നമ്മളിന്ന് പണിതപ്പോ കുറേ ഗ്രീസൊക്കെ ആയി. ആ സൈഡ് ലൈറ്റ് അല്ല, സൈഡിലടി മറ്റേ ഇതിന്റെ ഡോറിന്റെ അവിടെയൊക്കെ ഫുള്ള് കരിയാ. അപ്പൊ നാളെ എടുത്തോണ്ട് പോവാം. നമ്മൾ കുളിക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ പല്ല് വെക്കുന്നുണ്ടോ? നമ്മളിപ്പോ ഇങ്ങനെ വണ്ടി അങ്ങനെ ആവണം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പൊ കുളിക്കണ്ടെന്ന്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കണം. നമ്മൾ ഇത്രയും പേരില്ലേ, നമ്മള് മഴയൊക്കെ ആയിരിക്കും, ചവിട്ടി കേറുമ്പോ ചെളി വെക്കുന്നു. നമ്മൾ ഇത്രയും പേരുള്ള കാരണം നമ്മൾ ഒരാൾ ഇച്ചിരി പണി കാണാൻ പെട്ടെന്ന് തീരൂലേ. നമ്മുടെ ചെറുക്കൻ നേരത്തെ ഉറങ്ങിപ്പോയി. പാവ അതിൻ്റെ അകത്ത് കിടന്നു. എല്ലാരും പറയുന്നുണ്ടോ കൊച്ചിന് ഉടുപ്പിടി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാശ് ഇവിടെ അത്രയധികം ചൂടാണ്. നമ്മൾ അതല്ല ഒരു മിനിറ്റ് അവരെ ഞാൻ കാശ് കൊച്ചിന് അത്രയധികം ചൂടാണ്. നമ്മളൊക്കെ മറ്റേ കേരളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോകുന്ന പോലെയല്ല. ഇവിടെ എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി ഭയങ്കര കൂടുതലുള്ള ഇതാണ്. അപ്പം പെട്ടെന്ന് ചൂട് വന്നു കഴിഞ്ഞാൽ കൊച്ചുകളെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. അപ്പം പരമാവധി നമ്മൾ വെയിലത്തിറക്കാതെ കൊച്ചിനെ വണ്ടിയിൽ തന്നെ നിർത്തിയിട്ട് അങ്ങനെ പറയല്ല അമ്മേ. അതായത് നമ്മൾ കൊച്ചിനെ ഇറക്കാതെ നമ്മൾ പരമാവധി വണ്ടീൻ്റെ അത് നോക്കിയിട്ട് നമ്മൾ ഡ്രസ്സ് അത് ഇടിപ്പിക്കാൻ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. പണ്ട് കാലത്തെ പിള്ളേർക്ക് നമ്മളൊക്കെ
ചെറുപ്പത്തിൽ നമുക്ക് ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. കൂടാതെ ഇതുണ്ടോ ഇതേപോലത്തെ കുറച്ച് വെള്ളം മേടിച്ചു വെച്ചു. സൂപ്പർ വെള്ളം ഉണ്ടോ, ഇതൊക്കെ നിറച്ചും വെള്ളം കേട്ടോ. നാളെ കൂടെ മേടിച്ചിട്ട് പോവാല്ലേ. 12 പീസിന് 100 രൂപ. അപ്പം 3 മേടിച്ച് എത്ര വെള്ളം കിട്ടി? 12 പീസിനാണോ 100 രൂപ? മറ്റേ എത്രയാ കാർട്ടൂൺ? അതും 12 പീസ് 18 ആണോ? അങ്ങനെ എന്താ? അത് 160 രൂപ. ലാഭമൊന്നുമില്ലല്ലേ? അല്ല, 2 വെള്ളം ഫ്രീ ആയിട്ട് കിട്ടി ഒരു ഇത് വാങ്ങിയപ്പോ. ഓരോരുത്തരോരുത്തർ കിടക്കും. നീ എങ്ങനെ കയറുന്നത് കാണിച്ചു കൊടുത്തോ എല്ലാവരും? ഞാൻ കയറുന്നത് എങ്ങനെയാന്ന് എനിക്ക് വേണ്ടി എപ്പം കാണിച്ചു. എനിക്ക് ഇവിടെ സുഖമായിട്ട് കയറാം, അമിത്തിനോട് സുഖമായിട്ട് കയറാം. പാപ്പം കേറുന്ന പോലെയാണ് കൊച്ചു കേറാൻ നോക്കുന്നത്. എല്ലാം ഇന്നത്തെ ഭക്ഷണത്തിന് ബാക്കിയില്ലേ? ഞാൻ ചോറ് ഇടാൻ പറഞ്ഞല്ലേ. ഇപ്പൊ നാളെ രാവിലെ അങ്ങ് വണ്ടി എടുത്തോണ്ട് പോകത്തില്ലായിരുന്നു. നാളെ ചോറ് ഇടണം. നമുക്ക് നേരെ അവല് നനച്ചു കേട്ടോ. അവല് ഒരു പഴത്തുണിയും വെക്കാപ്പാ. അധികം സാധനങ്ങളൊക്കെ ഇല്ലേ, വെള്ളേക്ക് തണുപ്പായിരിക്കും. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. നാളെ എന്ത് കറി വെക്കുമെന്നുള്ള അടുത്ത് നമുക്ക് തീരുമാനം. അവല് നനയ്ക്കും. നീ എന്നാ വെക്കുന്നത്? എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ അപ്പഴെന്നാ വേണ്ട? അപ്പൊ ഒരാള് കാരണം ഒരു ഡിക്കി നിറച്ചും തേങ്ങ. 12 പഴത്തിന് 70 രൂപ കൊടുക്കണം. ഗായ്സ് ഇവിടെ വെച്ചാൽ തൂക്കമല്ലപ്പാ. പാല് മേടിച്ചാലോ? അപ്പൊ പാല് മനുഷ്യന്മാര് കുടിക്കുന്നല്ലേ? അപ്പൊ മേടിച്ചാലോ? ഓൾറെഡി വണ്ടിനകത്ത് 2 മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. കാച്ചിയില്ലേ? എല്ലാം പെരുത്തു പോവുക. കൊച്ചു ഉറങ്ങിപ്പോവും. നേരം വിളക്കുമ്പോ തന്നെ പെരുത്തു പോകും. പിന്നെ അമ്മയെ പെരുത്തുമായിരിക്കും, അമ്മയെ സൈസാക്കും. ഗൈസ്, അപ്പം ഇത്ര കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതേപോലെ തന്നെ ഇത് ഇവിടെ എല്ലാ കാര്യങ്ങളും തൂത്ത് റെഡിയാക്കാണ്. പക്ഷേ 5 സീറ്റും ദീപിച്ചേട്ടൻ പറയുന്ന ആ സാധനം കൊടുക്കും. ഞാൻ കൂടാന്ന് 5 സീറ്റും 2 ഡോറും. ഇതിലിപ്പോ ഈ സീറ്റ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഫ്രണ്ടിൽ 2 സീറ്റ് കൂടി ഉള്ളോ?